ഇന്ന് നമ്മുടെ കേരളത്തില് ഇലക്ഷന്റെ റിസൾട്ട് ആയിരുന്നു. ഇലക്ഷന്റെ റിസൾട്ടൊക്കെ എല്ലാവരും ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. കേരളത്തില് ആര് ഭരിച്ചാലും കേരളം നന്നാവണം. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കുക, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടുക, ഇതൊക്കെയാണ് എൻ്റെ ഫണ്ട. നമ്മുടെ കേരളം നന്നായിരിക്കണം. കേരളത്തിലെ ആൾക്കാർക്ക് എല്ലാ ഫെസിലിറ്റികളും, അതായത് ആനുകൂല്യങ്ങളും കിട്ടണം. കേരളത്തിലെ ജനങ്ങൾ നന്നായിരിക്കണം. എല്ലാത്തിനും വില കുറയണം. അത് കേരളത്തിൽ അവർ വിചാരിച്ചിട്ട് കാര്യമില്ല. പാവപ്പെട്ടവർക്ക് ജീവിക്കട്ടെ. അതുകൊണ്ട് അതൊക്കെ പോട്ടെ. നമ്മുടെ റിസൾട്ടിലെ ചില കോമഡി രംഗങ്ങളുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കാണാം. പ്രധാനമായിട്ടും കോമഡിയിൽ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ പറയുന്നതാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് കുറച്ച് കോമഡി ആയിട്ടുള്ള കുറച്ച് വീഡിയോകളൊക്കെ കാണാം. അതേ ഉള്ളൂ. അല്ലാതെ റിസൾട്ടിന്റെ കാര്യങ്ങൾ കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരിയേ അല്ല. ഇപ്പൊ രാഷ്ട്രീയക്കാരല്ലാത്തവരെ എല്ലാവരെയും പിടിച്ച് ഇലക്ഷന് നിർത്തിയത് ചക്കയും തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് അതെല്ലാം പൊട്ടി ഗൈസ്, പൊട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നറിയാമോ? നമ്മുടെ അഖിൽമാരാര് പൊട്ടിയതാണ്. എന്തോ ഒരു പറച്ചിലായിരുന്നു. ഓക്കെ നമുക്കിതെല്ലാം കേൾക്കാം. ഒരു കോമഡി വീഡിയോ ആയിട്ട് എടുക്കണം. ഇതൊരു ഫൺ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 അടപടലം. ചക്ക എല്ലാം ചീഞ്ഞുപോയി. ചക്ക കൊണ്ട് മത്സരിക്കാൻ പോയ ആൾക്കാർക്ക് ചക്കക്കുരു പോലും കിട്ടിയിട്ടില്ലെന്നായിരുന്നു നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അണ്ണൻ പറയുന്നത്. അയ്യോ. എനിക്ക് പിന്നെ ഈ ഇതിലൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. എനിക്ക് പാർട്ടിപരമായിട്ടല്ല, കുറച്ച് സന്തോഷം തോന്നിയ ഒരു റിസൾട്ട് ഇതാണ്. ഇതിനിടയ്ക്ക് ഒരു തമാശ കൂടി പറയാം. തമാശയല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം. നടൻ വിജയുടെ ചെന്നൈയിലെ വീട്ടിൽ ആഘോഷം. അവിടെ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമ്മുടെ നടി തൃഷ വിജയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. തൃഷയുടെ പിറന്നാളാണ്. തൃഷയുടെ പിറന്നാൾ. വിജയുടെ വീട്ടിൽ തൃഷ എത്തുന്നു. വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ. ആനന്ദതുന്ദലിതമായ TVK അണികൾ. ആനന്ദതുന്ദലിതമായ TVK അണികൾ. വളരെ സന്തോഷമുള്ള നിമിഷങ്ങൾ. വിജയും തൃഷയും എല്ലാവരും ഹാപ്പി. എന്താണ് ആനന്ദം? അത് കൊള്ളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വിജയ് ഇഷ്ടമാണ്. അത് സിനിമാപരമായിട്ട്, വേറെ പേഴ്സണൽ അല്ല. അത് വെച്ചിട്ട് എനിക്ക് വിജയ് ഇഷ്ടമാണ്. കാണാം നമുക്കിനി. നിയോജക മണ്ഡലത്തിൽ ചക്ക മുറിച്ച് UDF പ്രവർത്തകരുടെ ആഘോഷം. സജീന്ദ്രന്റെ നേതൃത്വത്തിലാണ്. 2020 ചിഹ്നമാണ് ചക്ക മുറിഞ്ഞു. അപ്പൊ ചക്ക വെട്ടി ഒരു കറി. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 അടപടലം. ചക്ക എല്ലാം ചീഞ്ഞുപോയി. അതാണ് UDF ചക്ക മുറിച്ച് ആഘോഷിച്ച്, ചക്ക കറി വെച്ച് ആഘോഷിച്ചത്രേ. അയ്യോ, ചക്ക അങ്ങനെ ആരും നിസ്സാരമായിട്ടൊന്നും കാണണ്ട. ചക്ക ഭയങ്കര ബലഭൂഷ്ടമായിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഈ ഒരു വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് ഈ ഒരു വീഡിയോ ആണ് വൈറലായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമില്. ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ചൊന്ന് കാണുക, ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. അയ്യോ, ഞാനിത് 2 വീഡിയോ കൂടെ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് വീഡിയോ ആണ്. അതായത് നമ്മുടെ അഖിൽമാരാര് പറയുന്നത്, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അണ്ണം പറയുന്നതും. പക്ഷേ ഞാനിത് രണ്ടിനെയും കൂടെ ഒരു വീഡിയോ ആക്കി എടുത്ത് നിങ്ങളത് കാണാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി അഖിൽരാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽരാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161. എവിടെ? ഇനി നമുക്ക് ഈ ഒരുപാട് പേരുടെ ഒന്നും ഇല്ല. ഈ അഖിൽമാരാരും നമ്മുടെ ഒരു അഞ്ജലി ഉണ്ടല്ലോ, ചക്കയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേ, അവര് രണ്ടുപേരും ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം എവിടെയാണെന്ന് കാണണ്ടേ? ആദ്യം നമുക്ക് അഞ്ജലിയെ കാണാം. അവരെവിടെയാണെന്ന്. മുങ്ങി ഗൈസ്, എല്ലാവരും നാണക്കേട് കൊണ്ട് തലയിൽ തുണി ഇട്ടോണ്ട് മുങ്ങി. ഓക്കെ, കാണാം. ദിനേശേട്ടാ, ഇലക്ഷന്റെ സമയത്ത് ചക്കയല്ലേ താമര,
ചക്ക വിരിയുന്നതല്ലേ താമര വിരിയുന്നത്, ചക്ക വിരിഞ്ഞാൽ താമര വിരിയും, എന്തൊക്കെയായിരുന്നു പറയും. ഇപ്പൊ ഒന്നും പറയണ്ട, ഒരക്ഷരവും പറയുന്നില്ല. മീഡിയക്കാർക്ക് ഒരു ബൈറ്റും കൊടുക്കാതെ അങ്ങനെ അങ്ങ് പോവാണ്. ഇനി നമ്മുടെ അഖിൽ മാരാർ എവിടെയാണെന്ന് കാണണ്ടേ, കാണിച്ചു തരാം. ഞങ്ങളുടെ ആഘോഷം ആശുപത്രിയിൽ, വീഡിയോയുമായി അഖിൽ മാരാർ. തൃക്കാക്കരയിലെ LDA സ്ഥാനാർത്ഥിയായ അഖിൽ മാരാർ വോട്ടെണ്ണൽ ദിവസം ഭാര്യ രാജലക്ഷ്മിക്കൊപ്പം ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ചു. ഭാര്യയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിലായതെന്നും തങ്ങളുടെ വോട്ടെണ്ണൽ ആഘോഷം ഇവിടെയാണെന്നും താരം പറഞ്ഞു. കഷ്ടം. തൃക്കാക്കരയിൽ അഖിൽ മാരാർ പിന്നിലാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് എല്ലാവർക്കും ഹാപ്പി ആഘോഷം നേർന്നുകൊണ്ട് വീഡിയോ എത്തിയത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ. ഞങ്ങളുടെ ആഘോഷം ആശുപത്രിയിൽ, വീഡിയോയുമായി അഖിൽ മാരാർ. കഷ്ടം. ആശുപത്രിയിലാണ്, അതുകൊണ്ട് നമുക്കൊന്നും പറയണ്ട. എന്നാലും എന്തൊക്കെയാ പറഞ്ഞത്, ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് കണ്ടിട്ടുള്ളവരെല്ലാം എനിക്ക് വോട്ട് ചെയ്യും. അഖിൽ മാരാർ എന്താ വിചാരിച്ചത്, ബിഗ് ബോസിൽ കിടന്ന് തുള്ളിക്കളിച്ച് അതൊക്കെ കണ്ടപ്പോഴത്തേന് ആളുകൾക്ക് അങ്ങ് ബിഗ് ബോസിൽ വിന്നറൊക്കെ ആയപ്പോഴത്തേന് ആളുകൾക്കെല്ലാം അഖിൽ മാരാരെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി. അഖിൽ മാരാർക്ക് എല്ലാവരും ഒക്കെ വോട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചു. ഇവര് ഈ വേറൊരാളുണ്ടായിരുന്നല്ലോ, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവരൊക്കെ എവിടെയാണെന്നോ, അവരൊന്നും കണ്ടതേ ഇല്ല, ഇൻസ്റ്റഗ്രാമിലൊന്നും കണ്ടില്ല. ഈ അഞ്ജലിയുടെ വീഡിയോയും ഉണ്ട്, അഖിൽ മാരാരുടെ വീഡിയോയും ഉണ്ട്. പിന്നെ വേറെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു BJPക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്രെയിന്റെ മേളിൽ കയറി നിന്നിട്ട് കൊട്ടിക്കലാശത്തിനന്ന് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എവിടെയാണെന്നോ, അവരെയൊന്നും കണ്ടതേ ഇല്ല. ഈ 2020 ചക്കയും കൊണ്ട് ഇറങ്ങിയ എല്ലാവരും പൊട്ടി. നേരത്തെ നമ്മുടെ റിപ്പോർട്ടറിൽ അണ്ണം പറഞ്ഞില്ലേ, അത് കണക്ക് ചക്കയും കൊണ്ട് വന്നവരെല്ലാം ചക്കക്കുരു പോലും കിട്ടാതെ പോകേണ്ടി വന്നു. ഇവരെയൊന്നും നമ്മളെ ജനങ്ങളൊന്നും അംഗീകരിക്കത്തില്ലെന്ന്. ഇവരെയൊക്കെ സിനിമയില് അല്ലെങ്കിൽ ബിഗ് ബോസിലൊക്കെ കാണാൻ ഓക്കെയാ. ഈ അഖിൽ മാരാര് ഇപ്പൊ എന്തെല്ലാം വിവാദം ഉണ്ടാക്കി, ഇപ്പൊ തന്നെ ഒരു സ്ത്രീകളെ പ്രസവത്തിന്റെ പേരിൽ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ആരെങ്കിലും ഈ അഖിൽ മാർക്കാരൊക്കെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കും. അവരൊക്കെ നമ്മളെയൊക്കെ ഭരിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ ദൈവമേ എന്തായിരിക്കും സ്ഥിതി. ഈ സിനിമാക്കാരിലൊക്കെ എനിക്ക് തോന്നുന്നു പിഷാരടി മാത്രമാണ് ജയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. പിഷാരടി അന്ന് ഇത്ര ഇവരെ കണക്കൊന്നും ഉള്ള കാര്യങ്ങളൊന്നും വിവാദങ്ങളോ ഒന്നും പറയുകയോ അങ്ങനെ ഒരു അഹങ്കാരത്തോടു കൂടി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ജയിക്കും എന്ന് വന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും പിഷാരടി ജയിച്ചു. ഏറ്റവും ഇന്നിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നത് നമ്മുടെ അഖിൽ മാരാരുടെ തോൽവിയാണ്. വേറെ ആരുടെ ഇത്രയും പറയുന്നില്ല. കാരണം അഖിൽ മാരാര് ആ രീതിയിലല്ലേ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞത്. റിപ്പോർട്ടർ ചാനലിൽ അണ്ണനെ വരെ വെല്ലുവിളിച്ചു. എന്തായാലും അതിന്റെ കണക്കിന് കിട്ടി. ആരെയൊക്കെ വെല്ലുവിളിച്ചോ അവരുടെ കയ്യിൽ നിന്നൊക്കെ കണക്കിന് ഇപ്പൊ കിട്ടുന്നുണ്ട്. പാവം ഇപ്പൊ ഒന്നും പറയണ്ട. 2 ദിവസം മുന്നേ സിനിമ കാണാൻ പോയിട്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒരു പുതിയ സിനിമ റിലീസായല്ലോ, അത് കാണാൻ പോയിട്ട് ഇറങ്ങിയപ്പോഴും വലിയ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. എന്തുവായാലും അഖിൽ മാരാർ 8 നിലയിൽ പൊട്ടി. ആ പൊട്ടല് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും നന്നായിട്ട് എടുത്തിട്ട് അങ്ങ് ആഘോഷിക്കുകയും ചെയ്തു. കാരണം അവരുടെ വർത്തമാനം അങ്ങനെയായിരുന്നു. ഇലക്ഷനൊക്കെ ജയിക്കണം, ജനങ്ങളെ കയ്യിലെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടൊക്കെ നന്നായിട്ട് സംസാരിക്കണം. നല്ല വാക്സാമർത്ഥ്യമുള്ള ആളാണ് അഖിൽ മാരാർ. പക്ഷെ ആ വാക്സാമർത്ഥ്യമൊന്നും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്തുവായാലും അഖിൽ മാരാർ, അഞ്ജലി, സിനിമാക്കാര്, ചക്കയും കൊണ്ടുവന്ന സിനിമാക്കാരെല്ലാവരും പൊട്ടി. ബിഗ് ബോസുകാർ പൊട്ടി, 8 നിലയിൽ പൊട്ടി. അവരായിരുന്നു ബിഗ് ബോസുകാരായിരുന്നു കൂടുതൽ ഈ പ്രചരണത്തിൽ ഡാൻസ് കളിയും പാട്ടുപാടലും ചക്ക തലയിൽ വെച്ചുകൊണ്ട് നടക്കലേയും എന്തൊക്കെയായിരുന്നു അവരൊക്കെ കാണിച്ചു കൂട്ടിയത്. ആ കൊട്ടിക്കലാശമൊക്കെ എന്തുവായിരുന്നു. എല്ലാം പോയി ഗൈസ്, എല്ലാം വെള്ളത്തിൽ പോയി. നമ്മുടെ അഞ്ജലിയൊക്കെ എന്തൊക്കെയായിരുന്നോ പറഞ്ഞത്, എല്ലാം പോയി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. ഞാൻ നമ്മുടെ ചില വീഡിയോകളിൽ ചില കോമഡി ആയിട്ടൊക്കെ കണ്ടു, അത് എടുത്തതാണ്. പിന്നെ നമ്മുടെ വിജയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. വിജയ് ഏതായാലും ജയിച്ചു. പേഴ്സണലായിട്ട് അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നും എനിക്കറിയില്ല. പക്ഷെ സിനിമയിൽ കണ്ടിട്ട് എനിക്ക് വിജയ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശയായിട്ടൊക്കെ ഇപ്പം പബ്ലിക്കായിട്ടൊക്കെ തന്നെ പുള്ളിക്കാരൻ അടുക്കുന്നുണ്ട്. വീട്ടിൽ തൃശ്ശ ചെന്നു ആഘോഷം പങ്കിടാനായിട്ട്. ഇന്ന് തൃശ്ശയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ തൃശ്ശയും ചെന്നിട്ടുണ്ടായിരുന്നു. എന്തുവായാലും വിജയ് ജയിച്ചു. ഇതിൽ കുറച്ച് സന്തോഷമുണ്ട്. എന്താണോ എന്തോ ഇനി ഭരണം പേഴ്സണലായിട്ട് സ്വഭാവമൊന്നും നമുക്കറിയത്തില്ല. ഭരണമൊക്കെ ഇനി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തുവായാലും വിജയ് ജയിച്ചു. ആസ് എ സിനിമ കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വിജയ് എനിക്കിഷ്ടമാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇലക്ഷന്റെ റിസൾട്ടിന്റെ കുറച്ച് രസകരമായ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കിട്ടതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. അപ്പം നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.